പൊന്മുടിയിലെ 22ാമത്തെ ഹെയർപിൻ വളവും പിന്നിട്ട് നമ്മൾ ഈ താഴ്വരയിലേക്ക് ഇറങ്ങുകയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വന്യതയുടെ സാന്നിധ്യമുള്ള ഇടം. അഗസ്ത്യകൂടം ജൈവമണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം വനംവകുപ്പിന്റെ കർശന നിരീക്ഷണത്തിലാണ്. കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പുൽമേടുകൾ. കാട്ടുപോത്തുകൾ കൂട്ടമായി ഇറങ്ങാറുള്ളതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് ബൈസൺ വാലി എന്ന പേര് വന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ കോടമഞ്ഞിനിടയിലൂടെ നമുക്കവയെ കാണാൻ സാധിക്കും. മുമ്പൊരിക്കൽ ഇവിടെ വന്നപ്പോൾ കാട്ടുപോത്തുകളെയും ആനകളെയും കണ്ടിരുന്നു. എന്നാൽ ഇന്ന് കാട്ടുപോത്തുകളെ പ്രതീക്ഷിച്ചു നിന്ന ഞങ്ങൾക്ക് ലഭിച്ചത് മറ്റൊരു വിസ്മയ കാഴ്ചയായിരുന്നു. ഒരു വലിയ മരത്തിൻ്റെ മുകളിൽ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി, വനത്തിലെ രാജാവ്, മലമുഴക്കി വേഴാമ്പൽ. സാധാരണയായി ദൂരക്കാഴ്ചകളിൽ മാത്രം ഒതുങ്ങുന്ന ഇവയെ ഇത്രയും അടുത്തു കാണാൻ കഴിയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ആ കറുപ്പും മഞ്ഞയും കലർന്ന വലിയ കൊക്കും തലയിലെ തൊപ്പിയും ഒരൊറ്റ കാഴ്ചയിൽ തന്നെ നമ്മെ വിസ്മയിപ്പിക്കാൻ ഇവയ്ക്ക് കഴിയും. വനത്തിലെ കാവൽക്കാർ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഇവയുടെ ചിറകടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം കാടിൻ്റെ നിശബ്ദതയെ ഭേദിക്കും. ജീവിതകാലം മുഴുവൻ ഒരേയൊരു പങ്കാളിയുമായി മാത്രം കഴിയുന്നതാണ് ഇവരുടെ കുടുംബജീവിതം. വനമരങ്ങളിലെ പഴങ്ങൾ ഭക്ഷിച്ച് അവയുടെ വിത്തുകൾ കാടിൻ്റെ പല ഭാഗങ്ങളിലും വിതറി വനത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ വേഴാമ്പലുകൾ വലിയ പങ്ക് വഹിക്കുന്നു. ബൈസൺ വാലിയിലെ ഈ തണുപ്പും കാറ്റും പിന്നെ നമ്മൾ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ മലമുഴക്കി വേഴാമ്പലും ഈ യാത്ര തരുന്നത് ഒരുപാട് നല്ല ഓർമ്മകളാണ്. ഒരു വശത്ത് വരയാടുമുട്ട തല ഉയർത്തി നിൽക്കുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വരയാടുകളുടെ ആവാസ കേന്ദ്രമാണ് വരയാടുമുട്ട. ഇനിയും കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നാൽ ഉരുളൻ കല്ലുകൾ നിറഞ്ഞ ഒരു മലഞ്ചെരിവാണ്.